രാജപദവിയും രമ്യഹർമ്മ്യങ്ങളും ഭോജന സൗഖ്യവുമെല്ലാം ഉപേക്ഷിച്ച് ചിരധാരിയായി ഗാത്രനായി കാനനം തോറുമലയുന്നു നിൻ കാന്തൻ. അന്തണന്മാരെയും ചണ്ടാലന്മാരെയും പണ്ഡിതന്മാരെയും പാമരന്മാരെയും അഞ്ജണികളെയും ശ്വാനന്മാരെയും അന്തരമില്ലാതെ ദർശിക്കും നിൻ പതി നിർഗുണൻ. ജനക നൃപതി തന്നരുമസുതയായ ഭവതിയായാലും ഒരു ശബരി സ്ത്രീയായാലും ഒരുപോലെ ചിന്തിക്കും നിന്നുടെ കാന്തൻ. പ്രിയമില്ല നിന്നിൽ അവനെന്നറിക നീ. കാർത്തസ്വരമണി കയ്യിലിരിക്കുമ്പോൾ കാജത്തോടുള്ള കാംക്ഷ വേണ്ടോമലേ. കാലം കളയാതെ അന്തഃപുരം തന്നിൽ കാന്തയായി വാഴുക നാരീ മനോഹരേ. നിന്നെ ശുശ്രൂഷിക്കാൻ സഹസ്രം ചേടികൾ സന്നദ്ധത പൂണ്ട് മരുവുന്നിവിടെ. നിന്റെ തപസ്വിനി വേഷം വെടിഞ്ഞ് സുന്ദരഭൂഷയാൽ അലങ്കൃതയാകൂ നീ. ഇത് വിധം കൈകസീതനയന്റെ ഗീർവാണം അതുലിതമീർഷ്യയാൽ കേട്ട സീതാദേവി പെരിയ രോഷം പൂണ്ടിട്ടവനോടിത്തം ചൊല്ലി. നിൻ മരണമടുത്തു എൻ കാന്തനാൽ നിർണയം. താപസവേഷം ധരിച്ച് നീ എൻ ചാരേ ആഗമിച്ചെന്നെ കട്ടുകൊണ്ടിടിനേൻ. ഹോമ ഹവിസ് ഭുജിക്കാനായി അന്വശ്വാനനെ പോലെയായി നിന്റെ പരാക്രമം. ഇംഗിതമില്ലാത്ത അബലയെ കാക്ഷിച്ച വങ്കൻ തന്നെ നീ എന്ന് ധരിക്കടോ. സംഗതിയെല്ലാം അറിഞ്ഞെന്റെ നാഥൻ സംഗമിച്ചിടുമൊരു നാളെന്നരികിൽ. ഈ ലവണജലധി കടന്നെത്രയും വേഗേന എന്ധവനങ്ങെത്തിടുമെന്നുടെ ചാരേ. പ്രബലന്മാരായ നിൻ സൈന്യങ്ങളൊക്കെയും രാമവിശികത്താൽ സന്നമായി തീരും നിർണയം. ദുർമതികളായ രക്ഷോജാതികളെ നിർദ്ദയം ക്ഷിതി തന്നിൽ സംഹാരം ചെയ്യാൻ ക്ഷിതിസുതയായ ഞാനും ഭാഗഭാക്കാകാൻ ദശരഥ തനയന്റെ ദാരമായി ഞാൻ. ദശരഥ നന്ദനൻ ശ്രീരാമൻ നിന്നെ ഹനനം ചെയ്തിട്ട് വീണ്ടെടുത്തിടും. അതിനായിട്ടുള്ള ഭോഷ്കുകളത്രേ അവിരാമം തുടരുന്ന നിന്റെ പരാക്രമം. ജനകജ തന്നുടെ ബത്സനം കേട്ട് പ്രതിഘത്താൽ രാവണൻ വാളെടുത്തപ്പോൾ മയതനുജയായ മണ്ഡോദരിയെത്തി അവനീ തനയയെ അവനം ചെയ്യുവാൻ. അബലകളോടുള്ള പീഡയൊരിക്കലും അവനീ പതിക്ക് ഭൂഷണമല്ല. പതിവിരഹം പൂണ്ടങ്ങിരിക്കും തരുണിയെ വെറുതെ വിടണം ലങ്കാപുരീനാഥ. ധനുജരും ദിതിജരുമായുള്ള യോഷകൾ ദയിത മനസ്കരായുള്ളവർ നിന്നിൽ പരിരംഭണത്തിനായി അവരുതകും നിനക്കെടോ. സുചരിതയെ നീ വെറുതെ വിടുക. ഇതു കേട്ട് ത്രപമാർന്ന രാവണൻ പിന്നെ നിശിചരികളോടിത്തം കഥിച്ചു. വശം വധയാക്കേണമിവളെ എനിക്ക്. അതിനായിട്ട വിരാമം ശ്രമം ചെയ്യുക നിങ്ങൾ. ജനകജ തന്നെ ശോകഭാവം കണ്ടങ്ങലിവാർന്ന ത്രിജടയെന്ന നിശാചരി മറ്റു നിശാചര സ്ത്രീകളെ നിശിതമായി വിമർശിച്ചിട്ടവരോട് ചൊല്ലി ഇതുവിധം. വേഗേന ഒരു ദിനം കണ്ടു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ രാമവിശികത്താൽ ഭസ്മീകരിക്കും ലങ്കയെ. മലർമാനിനിയോടു കാരുഷ്യം തോന്നാതെ അരികെ ഇരുത്തി സാന്ത്വനിപ്പിക്കേണം. സീതാസന്ദർശനം. അഖില ജനത്തിനുമധിപനാം രാമൻ തന്നരുമ സഗർഭ്യനാം ലക്ഷ്മണനും മറ്റു സഹജവാനരരുമെല്ലാവരുമൊത്ത് ഈ പുരിയിൽ വന്നടരാടി സീതയെ നേടും. ഭൂപനെ ഘാതം ചെയ്തിട്ട് ദശമുഖ സഹജനെ രാജ്യമേൽപ്പിച്ച് ക്ഷിതിസുതയെയും കൊണ്ടയോധ്യാപുരി പൂകി പ്രണിധാനത്താൽ വാണു നിപുണനാം രാമൻ. അതിനാൽ കൃപയോടെ ഏതാനും
സംവത്സരം ധരണീസുതയെ കാത്തുകൊള്ളേണം. കലുഷതയെല്ലാം കളഞ്ഞു മൈത്രി ഭാവേയി വനികയിൽ അവളുടെ കൂടെ വസിക്കണം. പ്രിയമുള്ള സഖിയുടെ വചനം ശ്രവിച്ച രജനീചരികൾ സാധ്വസം പൂണ്ട് ക്ഷിതിജതൻ ചാരേ ഹാർദ്രഭാവത്താൽ ഉപചരിച്ചവളെ വാസരം തോറും. ഹനുമൽ സീതാ സംവാദം. ശിംശപാവൃക്ഷത്തണലിലിരുന്ന് സന്തതം ഭർത്താവിൻ ചിന്തയിൽ പൂണ്ട് സന്താപത്തോടിരിക്കും ജാനകി തന്നന്തികേ ചെന്നാനാഞ്ജനേയൻ മുതാ. ചന്ദ്രമസിനൊളിതൂവും രജനിയിൽ പങ്കിലമായ ചേല ധരിച്ച ചെമ്പകപ്പൂവിൻ നിറമുള്ള അങ്കന നിസ്സംഗയായി നോക്കിയിരുന്നു പ്ലവങ്കത്തെ. ദശമുഖ രാവണൻ കപടവേഷം പൂണ്ട് ദർശനം ചെയ്യുവാനാഗതനായെന്നു മനസ്സിൽ ചിന്തിച്ച ജാനകി ഭീതിയാൽ ഝടിതിയിലി ഇതി കർത്തവ്യാമൂഢയായി. ശങ്ക വേണ്ട മമ മാതേ നിർണയം ദശകന്ധരനെ കൊന്ന് വീണ്ടെടുക്കും നിന്നെ നിൻ കാന്തനാം രാഘവനേറെ വൈകാതെ ചിന്ത വെടിഞ്ഞ് നീ സ്വസ്ഥത പൂണ്ടാലും. ഇങ്ങനെ ചൊല്ലി ആഞ്ജനേയൻ ക്ഷണമങ്കനയുടെ ഭീതി നശിപ്പിച്ച് തൊണ്ടിപ്പഴ നിറമൊത്ത ചരണത്തിൽ നമ്രശിരസ്കനായി വീണു കിടന്നു.